ഈ സിസ്റ്റർ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് വലിയ പ്രതിസന്ധിയായിരുന്നു. പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് ഒത്തിരി പ്രതിസന്ധികൾ അവർ അനുഭവിക്കുകയായിരുന്നു. അവർ മക്കളെ സ്കൂളിൽ പോലും വിടാൻ കഴിയാത്ത നിലവാരത്തിൽ വലിയ ഭാരത്തോടെയാണ് ഇതിനകത്ത് വന്നത്. പക്ഷേ ഈ സ്കൂൾ ഓപ്പണിങ്ങിൻ്റെ സമയത്ത് അവരുടെ ജീവിതത്തിലേക്കത് സാമ്പത്തികമായിട്ട് ചില അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തു. ഇവിടെ ബാധ്യതകൾ ചിലത് തീർത്തു. അതിലുപരിയായിട്ട് നൂറുകണക്കിന് കുഞ്ഞുങ്ങൾക്ക് ബുക്ക് മേടിച്ചു കൊടുക്കാൻ ദൈവം അവരെ ബലപ്പെടുത്തി. കരമടിച്ച ദൈവത്തിന് മാത്രം കൊടുത്താട്ടെ. സിസ്റ്റർ ഒന്ന് പറഞ്ഞാട്ടെ. ഞങ്ങൾക്ക് അനേകം കടഭാരങ്ങളുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്താണ് നമ്മളിവിടെ വരുന്നത്, 21-ാം തീയതി. എൻ്റെ സാക്ഷി എല്ലാവരും കേട്ട് കാണും. പിന്നെ സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു. സ്കൂൾ തുറക്കുന്ന ടൈമിലാണെങ്കിൽ ഹസ്ബൻഡിന് ജോലിയൊന്നും ഇല്ലായിരുന്നു. ഒരു പേന പോലും പെൻസിൽ പോലും വാങ്ങിക്കാനുള്ള ഒരു കഴിവില്ലായിരുന്നു. വല്ലപ്പോഴും ജോലി കിട്ടിക്കഴിഞ്ഞാൽ മക്കളെ ചിലവ്, ഫുഡിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കണം. ഒരുപാട് ലോണുകളുണ്ടായിരുന്നു. നമ്മുടെ അവസ്ഥ കണ്ടുകൊണ്ടിരുന്നവർ പോലും ഞങ്ങളെ സഹായിച്ചില്ല. എൻ്റെ ഹസ്ബൻഡ് തുറന്ന് ഒരു 5 ബുക്ക് എൻ്റെ മക്കൾക്ക് വേണ്ടി യാചിച്ചു വെച്ചുകൊണ്ട് ഞങ്ങളുടെ അവസ്ഥ കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർ ഞങ്ങളെ സഹായിച്ചില്ല. ഞങ്ങൾ ഹൃദയം പൊട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ കയ്യിൽ ബുക്ക് കണ്ടിട്ടാണ് ഞങ്ങൾ വാവിട്ട് ചോദിച്ചത്. എന്നിട്ട് ഹസ്ബൻഡിട്ട് പറഞ്ഞു ചോദിക്കേണ്ട. ഹസ്ബൻഡ് ചോദിച്ചു 5 ബുക്കെങ്കിലും തരാൻ പറഞ്ഞു. തന്നില്ല. നിനക്ക് എല്ലാ വഴികളും ഉണ്ട്, ഞാൻ തരൂല എന്ന് പറഞ്ഞു. നമ്മുടെ അവസ്ഥ കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർ തന്നില്ല. വളരെ ഭാരപ്പെട്ട് ജോലിയില്ല. ഞങ്ങളിവിടെ സഭയിൽ വന്നു. ബുധനാഴ്ച ദിവസമാണ് വരുന്നത്. ദൈവം നമ്മുടെ കരച്ചിൽ കണ്ടു. ദൈവം ആരെയും കൈവിടില്ല. ആരുമില്ല. അനാഥരെയും പരിപോഷിക്കുന്ന ദൈവമാണ്. ഞങ്ങൾ ഇവിടെ വന്നു. ആരാധന കഴിഞ്ഞപ്പോൾ ബ്രദർ പറഞ്ഞ് നിൽക്കാൻ പറഞ്ഞു. ഞങ്ങൾ ആരാധന കഴിഞ്ഞ് താഴെ ബ്രദറിൻ്റെ കൂടെ ചെല്ലാൻ പറഞ്ഞ് താഴെ ചെന്നു. എൻ്റെ 2 മക്കൾക്കുള്ള ബാഗ്, ടിഫിൻ ബോക്സ് എല്ലാം തന്നു. അത് കഴിഞ്ഞ് അടുത്ത ഞായറാഴ്ച ആയപ്പോഴേക്ക് ശിവ് ബ്രദർ ഞങ്ങളെ മക്കൾക്കുള്ള ബുക്ക്, അതിനാവശ്യമായ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു തന്നു. ദൈവം കൈവിടില്ല. ഞാൻ ഇപ്പോൾ ആരുടെ ഒന്നും ചോദിക്കില്ല. ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്തും പറയും, ദൈവത്തോട് ചോദിക്കുന്നതല്ലാതെ മനുഷ്യന് മുമ്പ് ആരുടെ മുമ്പേ കൈ നീട്ടരുതെന്ന്. പക്ഷെ ഇന്ന് ദൈവം സഹായിച്ച് 1 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ഈ സഭ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കുടുംബമായിട്ടാണ് കാണുന്നത്. എൻ്റെ കുടുംബത്തിലെ മക്കൾ, എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് എന്നെക്കൊണ്ട് സഹായം ചെയ്യുവാൻ എനിക്ക് കഴിഞ്ഞു. ദൈവത്തിന് എത്ര തന്നെ വന്നു പറഞ്ഞാലും തീരത്തില്ല. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷയില്ല. ഞാൻ എൻ്റെ ഹസ്ബൻഡും എൻ്റെ മനസ്സിൽ തോന്നി, ഞാൻ ഹസ്ബൻഡിന് പറഞ്ഞു ഒരു 50 നോട്ടെങ്കിലും ഞാൻ അടുത്ത വർഷം ദൈവം എനിക്ക് ഏത് വഴി തന്നെ എൻ്റെ മക്കൾക്ക് വാങ്ങിച്ചില്ലെങ്കിലും എൻ്റെ സഭയിലെ മക്കൾക്ക് ഞാൻ വാങ്ങിച്ചു കൊടുക്കുമെന്നൊരു തീരുമാനം എടുത്തു. പക്ഷെ എൻ്റെ സർവശക്തനായ ദൈവം ഞങ്ങൾ ആഗ്രഹിച്ചതിലുപരി എൻ്റെ മക്കൾക്ക് വേണ്ടി കൊടുക്കാൻ സഹായിച്ചു. എൻ്റെ കുടുംബമാണ് എന്നെ പിന്താങ്ങിയത്. എൻ്റെ ദൈവമാണ് എല്ലാമാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മളെ പിന്തുണങ്ങുവാൻ ആരെങ്കിലും വേണം. ഞങ്ങൾക്കൊരു സ്പെഷ്യൽ കവറിങ് വേണം. അതെൻ്റെ സഹോദരനാണ്, സഹോദരി. ഇവരിലൂടെ എനിക്ക് അത് നേടി. പിന്നെ ഈ സഭയിലെ അംഗങ്ങൾ അവരെ സ്നേഹമുണ്ട്. എല്ലാവരും ഞങ്ങൾ ചേർത്തണച്ചിട്ടേ ഉള്ളൂ. എന്തെങ്കിലും ആവശ്യം വന്നാൽ ഓടും. പണമായിട്ട് സഹായിക്കാനില്ലെങ്കിൽ ഓടും. പക്ഷെ ഞങ്ങൾ ആരും മനസ്സിലാക്കിയിട്ടില്ല. എപ്പോഴും വേദനയാണ്. ഞങ്ങൾ ആരും പിന്തുണയില്ല. പക്ഷേ ക്രൈസ്റ്റ് ആർമിയിൽ വന്ന് 1 വർഷം കൊണ്ട് ഞങ്ങളോട് എല്ലാവരോടും ഞങ്ങൾ 4 പേരോടും ഇവിടെയുള്ള എല്ലാവരും നല്ല സ്നേഹത്തിലാണ് പെരുമാറുന്നത്. ഞങ്ങൾ എൻ്റെ കുടുംബം പോലെയാണ്. ഞാൻ കള്ളം പറയുന്നതല്ല, ദൈവം സാക്ഷി. ഞാൻ ബൈബിൾ വെച്ചുകൊണ്ട് പറയാം, എനിക്ക് നല്ലൊരു സഹോദരി ഇവിടെയുള്ള എല്ലാ മക്കളും എൻ്റെ അമ്മമാര്, സഹോദരങ്ങളും മക്കളുമാണ്. അവർക്ക് വേണ്ടി ദൈവം സഹായം ചെയ്യുവാൻ കൃപ തന്നു. അതുപോലെ സാമ്പത്തികമായിട്ട് ഒരുപാട് കടഭാരങ്ങളുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഇതെന്ന് പറഞ്ഞാൽ ബജാജ് എന്ന് പറഞ്ഞ ലോൺ ഞങ്ങൾക്കുണ്ടായിരുന്നു. 1,88,000 രൂപ അടയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവരും പേടിപ്പിച്ച ഇതായിരുന്നു. എന്ന് വെച്ചാൽ അടച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും, കോടതിയിൽ കേസാവും, അങ്ങനെ പലവിധ ബുദ്ധിമുട്ടുകളും പറഞ്ഞു. അപ്പോൾ കുറേ ദിവസം അതിൻ്റെ കാര്യങ്ങളൊന്നും വരില്ലേന്ന് 3 മാസത്തിന് മുമ്പ് അതിൽ ഏജൻറ്റ് വീട്ടിൽ വന്നു. വന്നിട്ട് പറഞ്ഞു, ഇത്രയും തുക അടച്ചാലേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഞങ്ങൾ കേസ് കോടതിയിൽ വിടും, പിന്നെ നിങ്ങളെ കൊണ്ട് പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. വളരെ ഭാരപ്പെട്ടു.
ഞാൻ അയാളോട് ഞങ്ങളുടെ കുടുംബത്തിലെ അവസ്ഥകളെല്ലാം പറഞ്ഞു. വാടക വീട്ടിലാണ് കഴിയുന്നത്, ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, ഞങ്ങളോട് അവസ്ഥയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഞങ്ങൾ അടയ്ക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അയാൾക്ക് ദൈവം പ്രവർത്തിച്ചു, അയാളുടെ മനസ്സിൽ പ്രവർത്തിച്ചു. ഓഫീസിൽ ചെന്ന് മാനേജർക്ക് സംസാരിച്ചപ്പോൾ മാനേജർ പറഞ്ഞു, നിങ്ങൾക്ക് അതിൽ നിന്ന് കുറച്ച് തരാം, അത് 45,800 അടയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. 3 മാസം കൊണ്ട് ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങളെ ഒരു മാർഗവും ഇല്ല. ഞങ്ങൾ പറഞ്ഞു, അപ്പോൾ അത്രയും പകുതി അടച്ചാൽ മതിയല്ലോ, ഞങ്ങൾ അടയ്ക്കാമെന്ന് പറഞ്ഞു. ദൈവത്തോട് നിലവിളിച്ചു, ഒരു വഴിയുമില്ല. പിന്നെ പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്തോ അതിശയം എന്ന് പറയട്ടെ, 3 മാസം കൊണ്ട് ആ ലോൺ ക്ലോസ് ചെയ്യുവാനുള്ള കൃപ ഞങ്ങൾക്ക് കാണും. എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല, എനിക്ക് അറിഞ്ഞൂടെ ദൈവം ചെയ്യുന്ന പ്രവൃത്തികൾ. ഈ ലോൺ ഞങ്ങൾ ക്ലോസ് ചെയ്തു. ക്ലോസിംഗ് പേപ്പർ എനിക്ക് കിട്ടാറുണ്ട്, വാട്സപ്പിൽ മെസ്സേജ് വന്നു, അത് ക്ലോസ് ചെയ്തു. ദൈവം ഓരോ വഴിയും ഞങ്ങൾക്ക് വേണ്ടി തുറന്നു തരുന്നു. ഹസ്ബൻഡിന് ജോലി സ്ഥലത്ത് സാലറിയുടെ പ്രോബ്ലം ആയിട്ടൊക്കെ ഇരുന്നു. കുറച്ച് പ്രശ്നങ്ങൾ വന്നപ്പോൾ ഞാൻ പാസ്റ്ററുടെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെയൊക്കെ ആണെന്ന് പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞു, ഭയപ്പെടേണ്ട, വാതിലുകൾ തുറക്കുന്ന വർഷമാണ്, ധൈര്യമായിട്ടിരിക്കുക എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് പോകാൻ പറ്റുമെങ്കിൽ പോവുക, ഇല്ലെങ്കിൽ മാറി നിന്നോ, വാതിലുകളെ ദൈവം തുറക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. ഇപ്പോൾ ഒരു വാതിലല്ല, 2 വാതിൽ ദൈവം ഞങ്ങൾക്ക് തുറന്നു തന്നു. ആഴ്ചയിൽ ഒരിക്കൽ വേറൊരു വണ്ടിയോട്ടം കൂടെ ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ 2 വാതിൽ ദൈവം തന്ന് അനുഗ്രഹിച്ചു. ദൈവം ഓരോ ഉറവകളെ തന്ന് മാനിക്കുന്നു. കഴിഞ്ഞ വർഷം വരെയും എൻ്റെ മക്കൾ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫുഡിനൊന്നും നിവൃത്തിയില്ല. റേഷൻ കാർഡുള്ളതുകൊണ്ട് അരി കാണും, റേഷൻ അരി വാങ്ങിക്കും, വേറെ ഒന്നും വാങ്ങിക്കുവാനുള്ള നിവൃത്തിയൊന്നും ഇല്ല. ഞങ്ങളെ കൂടെ ഇരുന്നാൽ പോലും ആരും സഹായിക്കത്തില്ല. ഹസ്ബൻഡ് പോകുന്നിടത്തോ ഞങ്ങൾ അപ്പുറത്തൊക്കെ വിളകളൊക്കെ ഉണ്ട്, അവിടെ നിന്ന് ഈ വാഴക്കൂമ്പ്, പപ്പായ, ഇങ്ങനെയൊക്കെ ഞങ്ങൾ നോക്കി പറക്കി അതൊക്കെ വേവിച്ചാണ് കഴിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ മോൻ ചോദിക്കും, അമ്മയ്ക്ക് എന്നും എവിടുന്നാ വാഴക്കൂമ്പ് കിട്ടുന്നതെന്ന് ചോദിക്കും. അങ്ങനെ ഹസ്ബൻഡ് പോണെടുത്തെന്നും ഇത് ഒടിക്കുന്ന കണ്ടിട്ട് ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരൻ വരെ വീട്ടിൽ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. ആ അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരുന്നത്. വളരെ വേദന തോന്നി. ഞങ്ങൾ എന്തെങ്കിലും കഴിക്കും, ഞങ്ങൾ മക്കൾക്ക് ഒന്നും ഞങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ ദൈവമേ എന്ന് വിചാരിച്ചു. ഈ ഒരു 2 മാസം ഇനി സ്കൂൾ തുറക്കാൻ ഒരാഴ്ചയുള്ളൂ. എൻ്റെ മക്കൾക്ക് അതിശയമായിട്ട് ഒന്നിനും ഒരു കുറവ് വരുത്തിയിട്ടില്ല. എൻ്റെ ഫ്രിഡ്ജ് തുറന്നാൽ നിറച്ച സാധനമാണ്, വീട് നിറച്ച സാധനമാണ്. എനിക്ക് ഒന്നിനും ഒരു കുറവ് വരാതെ ദൈവം ഇതുവരെ നടത്തുന്നു. ഇനിയും ഞങ്ങൾ ജീവിക്കുന്ന നാളൊക്കെ എൻ്റെ യേശുവിൻ്റെ സാക്ഷിയായി നിലകൊള്ളും. എൻ്റെ യേശുവിന് വേണ്ടി ജീവിക്കും. ഞങ്ങൾ 4 പേർക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥന എനിക്ക് ആവശ്യമാണ്. നിങ്ങളെല്ലാവരും എനിക്ക് എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ ഇളയ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കും. വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമായിരുന്നു. സിസ്റ്റർ പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം ബുക്ക് മേടിക്കാൻ പൈസ ഇല്ലായിരുന്നു. ഈ വർഷം അനേകർക്ക് ബുക്ക് മേടിച്ച് കൊടുക്കത്തക്ക നിലവാരത്തിൽ കർത്താവ് അവരെ മാനിച്ചു. നമ്മുടെ ദൈവം മാനിക്കുന്ന ദൈവമാണ്.